മനുഷ്യന്മാരെന്ന് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പൊറുതി മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് മോചിതരാവാൻ നമുക്കൊരു വഴിയേ ഉള്ളൂ, ചലഞ്ച് എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടൊരു 21 ഡേ ചലഞ്ച് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. ഈ 21 ഡേ ചലഞ്ചിൽ എല്ലാ മലയാളികൾ മാത്രമല്ല, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും എല്ലാ ഭാഷയിലും കിട്ടും. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, 21 ഡേ ചലഞ്ചിൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സുപ്രഭാതത്തിൽ നിന്ന് തുടങ്ങുകയാണ്. നിങ്ങൾ എഴുന്നേൽക്കുന്നതിനേക്കാളും കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക. കോഴിക്കോട് ബീച്ച് എത്ര മനോഹരമായ കടലാണ്. ഇതുപോലെ കടലുള്ളവരാണ് കടൽ തീരത്ത്, പുഴയോരത്ത്, ഏത് പുഴത്താണെങ്കിലും കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് ഈ സൂര്യപ്രകാശം, സൂര്യോദയം കണ്ടുകൊണ്ട് അതിലൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട ഫസ്റ്റ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ. ഇന്ന് തൊട്ടതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്ക്. നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ പൊരുതി തോൽപ്പിക്കാനുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അടുത്ത ചലഞ്ച് അടുത്ത ദിവസം ഞാൻ നിങ്ങളോട് പറയും. ഇവിടെ ബീച്ചിൻ്റെ പരിസരത്തൊക്കെ ഒരുപാട് പേര് നല്ല ഷുഗർ അടങ്ങിയ ചായയും കോഫിയൊക്കെ കുടിക്കുന്നുണ്ട്. ദിസ് ഈസ് ദ ലൈഫ് സ്റ്റൈൽ പ്രിവെൻഷൻ ഹെൽത്ത് ചലഞ്ച് ഡേ 2. കമോൺ, കം വരി. ഇതാ ഇവിടെ പിള്ളേർ ഓക്കെ, ഇവർ വളരെ ആക്റ്റീവാണ്, നല്ല സ്പോർട്സിലൊക്കെ നല്ല ആക്റ്റീവാണ്. ഇവരെ നോക്കി പഠിക്കുക നമ്മൾ. ഓക്കെ, അപ്പോൾ ഹെൽത്ത് ചലഞ്ചിൽ നമ്മളെന്ത് ചെയ്യുക, ഇന്നൊരു ദിവസം നമ്മളെന്ത് ചെയ്യുക, നമ്മൾ ആ ചായയിൽ നിന്നും ആ കോഫിയിൽ നിന്നും നമ്മൾ ഈ ഷുഗർ അങ്ങോട്ട് ഒഴിവാക്കുക. രാവിലെ ഷുഗർ ഇല്ലാതെ ഒരു കോഫി കുടിക്കുക, അല്ലെങ്കിൽ ഷുഗർ ഇല്ലാതെ ചായ കുടിക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഈ ഒരു ചലഞ്ച് എടുത്ത് നോക്ക്. നമുക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വിമുക്തരാവണ്ടേ? ഓക്കെ, കണ്ടോ കടൽ കാണാൻ എന്തൊരഴകാണ്. മനോഹരമായ കടപ്പുറത്തിരുന്നു കൊണ്ട് ഞാനൊരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുകയാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രിവെൻഷൻ ചലഞ്ചിൻ്റെ 3-ാം ദിവസത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 5 മിനിറ്റ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കടപ്പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ ശ്വാസം ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ഫോർ 4 seconds, ഹോൾഡ്, ബ്രീത്ത് ഔട്ട്. ഇങ്ങനെ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യിച്ച് നമ്മളെ മനസ്സിൻ്റെ ശാന്തതയെ, ഈ കടൽ ഇങ്ങനെ ശാന്തമാവുന്നത് പോലെ ഈ സ്ട്രെസ്സുകളൊക്കെ നമ്മൾ ഈ തിരമാലയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് പോലെ അങ്ങോട്ട് പോട്ടെ. ടേക്ക് ദാറ്റ് ചലഞ്ച്. നിങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വിമുക്തരാവാൻ പറ്റും. ഓക്കെ, ചൈൽഡ് ഡിസീസ് പ്രിവെൻഷൻ പ്രോഗ്രാമിൻ്റെ 4th ഡേ ചലഞ്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള പ്രതലത്തിന് പോകുന്നതിന് പകരം കുറച്ചിങ്ങനെ കയറ്റമൊക്കെ കയറി ഇറങ്ങിയിട്ട് പോകാൻ നോക്കുക എന്നുള്ളതാണ്. ആൻറ്റി ഗ്രാവിറ്റി എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ നേരെ നടക്കുകയാണെങ്കിൽ കുറച്ചിങ്ങോട്ടൊക്കെ, ഇപ്പോൾ ഞാൻ ഇവിടുന്ന് കടപ്പുറത്തിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ നേരെ നടന്നു പോകുന്നതിന് പകരം കുറച്ചിങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ പാറ കയറി ഇറങ്ങി വരികയാണ്. അപ്പോൾ അതുപോലെ ഒരു ചലഞ്ച് എടുക്കാൻ വേണ്ടി നമ്മൾ റെഡി ആവുക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. ആൻറ്റി ഗ്രാവിറ്റി എക്സസൈസ് ഈസ് ഈക്വൽ ടു ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ തുരത്തുക എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഈ ചലഞ്ചിലും എല്ലാവരും ഭാഗവത്താകുക. ഓക്കെ, ലൈഫ് സ്റ്റൈൽ പ്രിവെൻഷൻ പ്രോഗ്രാമിൻ്റെ 5-ാം ദിവസത്തെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നും ഒരുപാട് ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നതിന് പകരം കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൂടെ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതായിരുന്നു ഐഷാസ് അല്ലേ, ഐഷാസ് ഹോട്ട് ആൻഡ് കൂൾന്ന് ഒരു ഇളനീർ ജ്യൂസാണ് കുടിക്കുന്നത്. ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് കേരളത്തിൻ്റെ അല്ലേ. വൈറ്റ് ബോർഡ്. ഓക്കെ വൈറ്റ് ബോർഡ് ഇതാ അവിടെ കാണിച്ചു തരാം. ഓക്കെ, അത് കാണും. ഇത് മൊത്തം 360 21 ഡേ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രിവെൻഷൻ ചലഞ്ചിൻ്റെ 6-ാം ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് പറയാനുള്ളതല്ലോ, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ആണോ വേണ്ടത്, അല്ല നിങ്ങളുടെ ലൈഫാണോ വേണ്ടത് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഡീടോക്സ് എന്ന് പറയുക. സോഷ്യൽ മീഡിയ കുറച്ച് സമയത്തേക്കൊന്ന് ഓഫാക്കി വെക്കുക, ഒരു 30 മിനിറ്റ് ഓഫാക്കി വെക്കുക. ഞാനിപ്പോൾ കുറേ നേരം ഓഫാക്കി വെച്ചിരുന്നു. ഇത് ഓഫാക്കി വെക്കുന്നത് പലപ്പോഴും നമുക്ക് ഒരുപാട് സമ്മർദ്ദങ്ങൾ ഇല്ലാതാക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി പല ന്യൂസും മറ്റേതൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നേരം ഒന്ന് ഓഫാക്കി വെച്ച് നോക്ക്. ദിസ് ഈസ് ദ 6th ഡേ ചലഞ്ച്. ജീവിതശൈലി രോഗങ്ങളെ ആട്ടിയോടിക്കൽ ചലഞ്ചിൻ്റെ 7-ാം ദിവസത്തിലേക്ക് സ്വാഗതം സഹോദരങ്ങളെ. ഇന്ന് നിങ്ങളുടെ രുചിയുള്ള ചായ റെഡി ആയിട്ടുണ്ടെങ്കിൽ ആ ചായക്ക് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം. ചായ കുടിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സ് ചിലപ്പോൾ നിങ്ങളോട് നന്ദി പറഞ്ഞത് വരാം. പക്ഷേ നിങ്ങൾ വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ
നിങ്ങളുടെ ശരീരം നിങ്ങളോട് നന്ദി പറയും. ഓക്കെ, ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ബിഫോർ ഡ്രിങ്കിങ് ടീ. ഓക്കെ, ഞാൻ ഇതിലെങ്ങനെ നടന്നു വരുമ്പം ഞാൻ ഒരുപാട് പേരോട് മെല്ലെ ചിരിച്ചു. അപരിചിതരാണ്, പക്ഷേ നമ്മളെല്ലാവരും പരിചിതരാണ്. നമ്മളൊക്കെ ഹ്യൂമൻ റേസിൻ്റെ ഭാഗമാണ്. ലൈഫ് സ്റ്റൈൽ പ്രിവെൻഷൻ പ്രോഗ്രാമിൻ്റെ 8th ഡേ ചലഞ്ച് ഇന്ന് ചിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ കാണുന്ന ഒരാളോട് ചിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചിരിക്കാൻ മറന്നുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന വൈക്കൽ ചിരിച്ചുകൊണ്ട് എനിക്ക് എത്ര പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഓക്കെ, അപ്പോൾ സ്മൈൽ അത് നല്ലൊരു എനർജി ബൂസ്റ്റിംഗ് ആണ്. ഓക്കെ, നമുക്ക് ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പോസിറ്റീവ് ഹോർമോൺസ്, അല്ലെങ്കിൽ ആ ഹോർമോൺസ് മരുന്നാണല്ലോ, അത് ഉൽപ്പാദിപ്പിക്കുന്ന വലിയൊരു പ്രോസസ്സാണ്. എന്നാൽ നിസ്സാരമായ പ്രോസസ്സാണ് ചിരി എന്നുള്ളത്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രിവെൻഷൻ പ്രോഗ്രാമിൻ്റെ 9th ഡേ ചലഞ്ച്. ഇപ്പം ഞാൻ ഇവിടെ നിന്നപ്പോൾ എനിക്ക് ഒരു എണ്ണക്കടി കഴിക്കണം എന്നാണ് തോന്നിയത്. പക്ഷേ ഞാനത് ആ ടെംപ്റ്റേഷനെ മറികടന്നിട്ട് നമ്മൾ പോയിട്ട് ഒരു ചെറിയൊരു ഇളനീർ ജ്യൂസാണ് കുടിച്ചത്. ഓക്കെ, അതുപോലെ ഒരു ആൾട്ടർനേറ്റീവ് ചോയ്സ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ബീച്ചിലോട്ട് പോകും, അവിടെ പോകുമ്പോൾ നമുക്കവിടെ എണ്ണക്കടികളും ഉണ്ടാവും, ചിലപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചതുണ്ടാവും. നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ജീവിതശൈലി പ്രിവെൻഷൻ ചലഞ്ചിൻ്റെ 10ാം ദിവസത്തിലേക്ക് സ്വാഗതം. ഈ കടൽ കണ്ടോ, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കി നല്ല സുഖകരമായി ഒഴുകുന്ന ഈ ഒരു കടലിനെ പോലെ നമുക്ക് നമ്മുടെ ഒരു ദിവസത്തെ എല്ലാ സ്ട്രെസ്സും റിലീവ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഇത് ചെയ്യുക എന്നുള്ളത്. ഈവനിങ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് സ്ട്രെച്ച് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആ സ്ട്രെച്ച് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം നമ്മളുണ്ടായിട്ടുള്ള പല സമ്മർദ്ദങ്ങളെയും നമുക്ക് ആട്ടി ഓടിക്കാൻ പറ്റും. സഹോദരിമാരെ, 21 ഡേ ലൈഫ് സ്റ്റൈൽ പ്രിവെൻഷൻ ചലഞ്ചിൻ്റെ 10th ഡേയിലേക്ക് സ്വാഗതം. നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുകളിൽ നമ്മൾ 10,000 സ്റ്റെപ്സ് നടക്കാനുള്ളൊരു ഡിസിഷൻ എടുക്കുക. ഓരോ ദിവസവും നമ്മൾ 10,000 സ്റ്റെപ്സ്. ഇന്നിപ്പോൾ കോഴിക്കോട് ബീച്ചിലൂടെ ഞാൻ 10,000 സ്റ്റെപ്സ് ഇവിടുന്ന് മുഴുവിപ്പിക്കുകയാണ്. ഓക്കെ, ഡിസീസ് പ്രിവെൻഷൻ പ്രോഗ്രാമിൻ്റെ 12th ഡേ ചലഞ്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്താണ് നമ്മൾ എടുക്കേണ്ട തീരുമാനം? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ആസ്വദിച്ച് കഴിക്കുക. പക്ഷെ രണ്ടാമതൊരു ഭക്ഷണം പിന്നീടുമല്ലോ, അതിടണ്ട, അവിടെ നിർത്തിയാൽ മതി. എന്നിട്ട് നമ്മളെ വയറിന് കംഫേർട്ട് ആവാൻ വേണ്ടി നമുക്ക് അതൊക്കെ ദഹിച്ച് പോകാൻ വേണ്ടിയിട്ട് ഒരു സമയം നമ്മളവിടെ ബാക്കിയാക്കി കൊടുക്കുക. ഓക്കെ, 21 ഡേ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രിവെൻഷൻ പ്രോഗ്രാമിൻ്റെ 12th ഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് പറയാനുള്ളതെന്ന് പറയാം, ഞാനിപ്പോൾ ഇവിടെ ബീച്ചിൽ വന്നപ്പം കുറച്ച് നേരം എനിക്ക് എന്തെങ്കിലും ഒരു ലേസോ 7up ഒക്കെ കഴിക്കാൻ തോന്നി. പക്ഷേ ഞാനത് കഴിച്ചില്ല. കുറച്ച് നമ്മളെന്ത് ചെയ്യുക, ഒരു ചെറിയ ബനാന പുറത്തുനിന്ന് വാങ്ങി കഴിച്ചു. ഓക്കെ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രിവെൻഷൻ പ്രോഗ്രാമിൻ്റെ 15ാം ദിവസമാണ്. നമ്മൾ ഒരു വലിയ ജീവിതശൈലി രോഗങ്ങളിൽ വിമുക്തരാകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യേണ്ടതാണ്, നമുക്ക് വെള്ളരി നമ്മളെ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് നമ്മൾ വെള്ളരിക്ക് പകരം ഒരു ബ്രൗൺ റൈസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ വെള്ളരി ഒഴിവാക്കിയിട്ട് ബ്രൗൺ റൈസ് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഷുഗർ നിയന്ത്രിതമാവുകയും നമുക്ക് ഒരുപാട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വിമുക്തരാവാനും സാധ്യമാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഒന്ന് തീരുമാനം എടുത്ത് നോക്ക്. അല്ലെങ്കിൽ നെല്ലുത്തേരി എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോൾ ഗ്രെയിൻസ് കഴിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഇന്നൊരു സഹോദരൻ വന്നിരുന്നു. അദ്ദേഹം കുറച്ച് നാളായിട്ട് ഈ വെറും ഇങ്ങനത്തെ അരികൾ മാത്രമേ കഴിക്കുന്നുള്ളൂ എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ പൊണ്ണത്തരയൊക്കെ കുറഞ്ഞത് എനിക്ക് സാക്ഷ്യം വഹിക്കാനും സാധ്യമായി എന്നുള്ളതാണ്. ഓക്കെ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രിവെൻഷൻ പ്രോഗ്രാമിൻ്റെ 16ാം ദിവസത്തിലെത്തിയിരിക്കുകയാണ് നമ്മൾ. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മനുഷ്യരുടെ ആളക്കൊല്ലി രോഗങ്ങളായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആളക്കൊല്ലിയിൽ നിന്ന് നമുക്ക് വിമുക്തരാവണമെങ്കിൽ, നമ്മൾ അതുകൊണ്ട് കൊല ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ തീറ്റയെ ഒരു മത്സരമായി കാണാതെ അതിനെ ആസ്വദിച്ച് മെല്ലെ കഴിക്കാൻ പഠിക്കണം എന്നുള്ളതാണ്. മൈൻഡ്ഫുള്ളായിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ഒരു ദിവസം നിങ്ങൾ സമയം കണ്ടെത്തുക. നിങ്ങൾ ഭക്ഷണം അവിടെ കൊണ്ടുവെക്കുന്നു, ആ ഭക്ഷണത്തിലേക്ക് നോക്കുന്നു, അതിൻ്റെ സ്മെല്ല് ആസ്വദിക്കുന്നു, അതിൻ്റെ രൂപം ആസ്വദിക്കുന്നു, അതിൻ്റെ മറ്റ് പല കാര്യങ്ങളും ആസ്വദിക്കുന്നു. അങ്ങനെ പതിയെ ആസ്വദിച്ച് ഒരു 20 മിനിറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിവസം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വളഞ്ഞ വഴി ചിലപ്പോൾ സമയം ദൂരം വേണ്ടി വരും, പക്ഷേ നമ്മുടെ ജീവിതത്തിന് അത് ഒരു എളുപ്പ വഴിയാണ്, ആരോഗ്യത്തിൻ്റെ വഴിയാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രിവെൻഷൻ പ്രോഗ്രാമിൻ്റെ 17ാം ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നേരെ ഒരു വഴിയുള്ളതിന് പകരം നിങ്ങൾ കുറച്ച് വളഞ്ഞ വഴിയിലൂടെ ഇങ്ങനെ നടന്നു വരിക.
വളഞ്ഞ വഴിയിലൂടെ വരിക. അപ്പോൾ ഇതിലൊക്കെ അങ്ങനെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പുറപ്പുറം കൂടൊക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരികയാണ്. അപ്പോൾ എന്താണ്, അത്രയും സമയം എനിക്ക് ഊർജ്ജം കത്തിക്കാനും അത്രയും സമയം ശരീരത്തെ കൊണ്ട് ചലിപ്പിക്കാനും ഉള്ള ഒരു വലിയൊരു സാഹചര്യമാണ് നമുക്കതിലൂടെ ലഭിക്കുന്നത്. ഓക്കെ, ആ ഒരു ചലഞ്ചാണ്. നമ്മുടെ ശരീരത്തിന് നമ്മൾ ഒരുപാട് വൈറ്റമിൻ കൊണ്ട് കൂട്ടും. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസും വാട്ടർ സോലുബിൾ വൈറ്റമിൻസും കൊണ്ടൊക്കെ കൂട്ടും. പക്ഷെ നമ്മളെ മൈൻഡിന് നമുക്കൊരു വൈറ്റമിൻ കൊണ്ട് കൂട്ടുക എന്തായിരിക്കും സ്ഥിതി? ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രിവെൻഷൻ പ്രോഗ്രാമിൻ്റെ 19th ഡേ ചലഞ്ച്. നമ്മൾ ജീവിതത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാമെന്നുള്ളതാണ്. ഈ സാഗരം സാക്ഷിയായിട്ട് എനിക്ക് പറയാനുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, ഞാൻ എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും മകനായി ജനിച്ചതിലാണ്. ഞാനായി ജനിച്ചതിലാണ്. എനിക്ക് നല്ലൊരു ഭാര്യയും കുറേ നല്ല കുട്ടികളെയും കിട്ടിയതുകൊണ്ടാണ്. അങ്ങനെ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു ഡോക്ടർ ആയതിലാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുണ്ട്. ഈ നന്ദി പറയാം, ഇത് നമ്മുടെ മൈൻഡിന് വല്ലാത്തൊരു ഊഷ്മളതയാണ് നൽകുക. എല്ലാ ദിവസവും നമ്മളിത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വിമുക്തരാവാൻ വേണ്ടി നമ്മളെടുക്കുന്ന ചലഞ്ചിൻ്റെ അവസാനത്തിന് മുമ്പത്തെ ദിവസമാണ്, 20ാം ദിവസമാണ്. ഇന്ന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലേ, നമ്മൾ ഹെൽത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ഹെൽത്ത് ടിപ്സ് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇപ്പം തന്നെ എന്തെങ്കിലും ഒരു ഹെൽത്ത് ടിപ്പ്, എടാ നീ നടക്കണടാ, അല്ലെങ്കിൽ നീ ഗ്രാറ്റിറ്റ്യൂഡ് പറയണടാ, അല്ലെങ്കിൽ നീ പുക വലിക്കരുതടാ, നീ മദ്യപിക്കരുതടാ എന്നുള്ളൊരു ടിപ്പ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ദിവസത്തെ മാറ്റി വെക്കാം. ഓക്കെ, ഞാൻ എൻ്റെ ആരോഗ്യം തിരഞ്ഞെടുക്കുന്നു, ഞാൻ എൻ്റെ ജീവിതം തിരഞ്ഞെടുക്കുന്നു. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വിമുക്തരാക്കാൻ വേണ്ടി നമ്മളെടുക്കുന്ന ചലഞ്ചിൻ്റെ 21ാം ദിവസമാണിന്ന്. ഇറ്റ് മീൻസ് ലാസ്റ്റ് ഡേ. ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ്. ഈ 21 ഡേ ചലഞ്ചിലൂടെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് തടയാനും വന്നവർക്ക് അതിൽ നിന്ന് വിമുക്തരാവാനും വേണ്ടിയുള്ള നടപടികളിലേക്കാണ് നമ്മൾ നീങ്ങാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുക നമ്മുടെ ആരോഗ്യവും നമ്മുടെ ജീവിതവും. ഓക്കെ.